ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് നമ്മൾ ഗ്രാമർ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നത് എന്താണ്? ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, എനിക്കതുണ്ട്, ഇതുണ്ട് എന്നൊക്കെയാണല്ലേ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് പഠിക്കാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. നമ്മളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ഓർ ഹാസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹാവ് നോട്ട് ഓർ ഹാസ് നോട്ട് എന്നാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചാണ് ഹാവും ഹാസും മാറുന്നത് അല്ലേ. സിംഗുലറിൻ്റെ കൂടെ ഹാസ് എന്ന് യൂസ് ചെയ്യുന്നു, പ്ലൂറലിൻ്റെ കൂടെ ഹാവ് എന്ന് യൂസ് ചെയ്യുന്നു. സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാസ് നോട്ട് എന്ന് യൂസ് ചെയ്യുന്നു, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാവ് നോട്ട് എന്ന് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടെ സബ്ജക്റ്റ് ഞാൻ ആണ്. അപ്പം നമ്മൾ എന്താണ് പറയേണ്ടത്? നമുക്ക് വേഗം പറയാമല്ലേ. ഐ ഹാവ് നോട്ട് ഈറ്റൺ. ഐ ഹാവ് നോട്ട് ഈറ്റൺ. അതിനെ നമുക്കൊന്ന് ഷോർട്ടാക്കി പറയുമ്പം ഐ ഹാവിൻറ്റ് ഈറ്റൺ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. നെക്സ്റ്റ്, ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ അവളെ കണ്ടിട്ടില്ല. ഇതെങ്ങനെ പറയും? ഐ ഹാവിൻറ്റ് മെറ്റ് ഹെർ. ഐ ഹാവിൻറ്റ് മെറ്റ് ഹെർ. ഞാൻ അവളെ കണ്ടിട്ടില്ല. ഓക്കെ. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ കാറ് വാങ്ങിയിട്ടില്ല. ഞാൻ കാറ് വാങ്ങിയിട്ടില്ല എന്നിങ്ങനെ പറയും. ഐ ഹാവിൻറ്റ് ബോട്ട് ദ കാർ. ഐ ഹാവിൻറ്റ് ബോട്ട് ദ കാർ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹാവാസ് യൂസ് ചെയ്യുമ്പം നമ്മൾ വെർബ് V3 ഫോമിലായിരിക്കണം. ബൈൻ്റെ V3 ബോട്ടാണ്. അപ്പം ഐ ഹാവിൻറ്റ് ബോട്ട് ദ കാർ. ഞാൻ കാറ് വാങ്ങിയിട്ടില്ല. നെക്സ്റ്റ്, അവർ എന്നെ വിളിച്ചിട്ടില്ല. അവർ എന്നെ വിളിച്ചിട്ടില്ല. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവർ എന്നാണല്ലേ. അപ്പം നമ്മളിങ്ങനെ പറയും, ദേ ഹാവിൻറ്റ് കോൾഡ് മീ. ദേ ഹാവിൻറ്റ് കോൾഡ് മീ. അവർ എന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ദ സ്പോട്ടിൽ പറയുന്ന കാര്യത്തിന് നമ്മൾ ഹാവിൻ്റെ എന്ന് യൂസ് ചെയ്യുന്നു. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാസിൻ്റെ എന്ന് യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇന്നലത്തെയോ മിനിയാന്നത്തെയോ ഒക്കെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാവിൻ്റെയോ ഹാസിൻ്റെയോ യൂസ് ചെയ്യരുത്. അവിടെ നമ്മൾ ഡിഡിൻ്റെ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നൊരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു. ഇനി ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. അനു എന്നെ വിളിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞത് അവർ എന്നെ വിളിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ പറയുന്നത് അനു എന്നെ വിളിച്ചിട്ടില്ല എന്നാണ്. അനു എന്ന് പറയുന്നത് ഒരാളാണ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാ പറയാ? ഇവിടെ സിംഗുലർ സബ്ജക്റ്റിലെ വന്നിട്ടുള്ളത് അനു ഹാസ് നോട്ട് കോൾഡ് മീ. അനു ഹാസ് നോട്ട് കോൾഡ് മീ. അതിന് ഷോർട്ടാക്കുമ്പം അനു ഹാസിൻറ്റ് കോൾഡ് മീ. അനു എന്നെ വിളിച്ചിട്ടില്ല. നെക്സ്റ്റ്, അവൻ ബിരിയാണി കഴിച്ചിട്ടില്ല. അവൻ ബിരിയാണി കഴിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാ? ഇവിടെ സബ്ജക്റ്റ് അവനാണ്, സിംഗുലർ ആണല്ലേ. ഹി ഹാസിൻറ്റ് ഈറ്റൺ ബിരിയാണി. ഹി ഹാസിൻറ്റ് ഈറ്റൺ ബിരിയാണി. അവൻ ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളൊരു വെർബിൻ്റെ കൂടെ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, കഴിച്ചിട്ടില്ല എന്നുള്ള നെഗറ്റീവിന് വേണ്ടിയിട്ട് ഓൺ ദ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഹാവ് നോട്ട് ഓർ ഹാസ് നോട്ട് യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിവിടെ ഒരു വ്യത്യാസം മനസ്സിലാക്കാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം ഉണ്ട് എന്ന് പറയുമ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹാവ് ഓർ ഹാസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. എന്നാൽ ഇല്ല എന്ന് പറയുമ്പം അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പം അവളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല. അവളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ് എങ്കിൽ പോലും അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഷീ ഡസിൻറ്റ് ഹാവ് എ കമ്പ്യൂട്ടർ അറ്റ് ഹോം എന്നാണ്. അവിടെ നമ്മൾ മെയിൻ വെർബ് എന്ന് പറയുന്നത് ഡസിൻറ്റ് ആണ്. ആ ഡസിൻറ്റ് ആണ് നമ്മളവിടെ നെഗറ്റീവ് ഫോമാക്കി കണക്കാക്കുന്നത്. ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷീ ആയാലും ഐ ആയാലും, അതായത് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഒരു വസ്തു ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഡുവോ ഡസോ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഒരിക്കലും നമ്മൾ ഹാസ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. അവളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഇല്ല എന്ന് പറയുമ്പം ഷീ ഡസിൻറ്റ് ഹാവ് എ കമ്പ്യൂട്ടർ അറ്റ് ഹോം. അവളുടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഇല്ല. ഇനി എൻ്റെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഇല്ല എന്ന് പറയുമ്പോഴോ, എൻ്റെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഇല്ല. ഇവിടെ സബ്ജക്റ്റ്
എൻ്റെ ഞാൻ എന്നാണല്ലേ ഐ ആണ്, അത് നമ്മൾ പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഐ ഡോണ്ട് ഹാവ് എ കമ്പ്യൂട്ടർ അറ്റ് ഹോം. ഐ ഡോണ്ട് ഹാവ് എ കമ്പ്യൂട്ടർ അറ്റ് ഹോം. ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ടും ഡൂവിൻ്റെയും ഡസിൻ്റെയും ആ ഒരു വീഡിയോസ് കാണുക. അതാണ് ഒരുപാട് സെൻറ്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് മസ്റ്റാണ് കേട്ടോ. ഡൂവിൻ്റെയും ഡസിൻ്റെയും വീഡിയോ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് താഴെയും പിൻ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. മസ്റ്റായിട്ടും കാണുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഡോണ്ട് എന്ന് യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ അല്ല, പ്ലൂറലിൻ്റെ കൂടെ ഡോണ്ട് എന്ന് യൂസ് ചെയ്യും. അതുപോലെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡസിൻ്റ് എന്ന് യൂസ് ചെയ്യും അല്ലേ, ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. നെയിമാണ്, മൃദുലക്ക് നാളെ സ്കൂളില്ല. മൃദുലക്ക് നാളെ സ്കൂളില്ല. എങ്ങനെ പറയും? മൃദുല ഡസിൻറ്റ് ഹാവ് സ്കൂൾ ടുമോറോ. മൃദുല ഡസിൻറ്റ് ഹാവ് സ്കൂൾ ടുമോറോ. ഇവിടെ മൃദുല നെയിം വന്നു, സബ്ജക്റ്റ്. അതിനുശേഷം നമ്മൾ ഡസിൻറ്റ് യൂസ് ചെയ്തു. അതിനുശേഷം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഹാവ് യൂസ് ചെയ്തു. അപ്പം ഡസിൻറ്റ് ഹാവ് ആണ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം മൃദുല ഡസിൻറ്റ് ഹാവ് സ്കൂൾ ടുമോറോ. മൃദുലക്ക് നാളെ സ്കൂളില്ല. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് മാറ്റി കൊടുക്കണം. എന്നാൽ ഒരു വസ്തു ഒരാൾക്ക് ഇല്ല എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളില്ല, കോളേജില്ല, ഓഫീസില്ല എന്ന് പറയണമെങ്കിൽ അവിടെ സബ്ജക്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ പ്ലൂറലാണെങ്കിൽ എന്ത് ചെയ്യുക? ഡോണ്ട് ഹാവ് എന്ന് യൂസ് ചെയ്യുക. സിംഗുലർ ആണെങ്കിൽ അവിടെ ഡസിൻറ്റ് ഹാവ് എന്ന് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത് അത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.